ഹലോ ഗായ്സ്, നമുക്കിന്നൊരു അടിപൊളി ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യമായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും പിന്നെ 1/2 ചെറുനാരങ്ങേൻ്റെ നീരും വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിലോ അതോ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ എവിടെ വേണമെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ചിക്കൻ എല്ലാ മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഓരോ ചിക്കൻ പീസായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചിക്കനൊക്കെ എണ്ണയിൽ കിടന്ന് ഒരു വശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് തിരിച്ചിട്ട് മറ്റു വശം കൂടെ ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടിരിക്കുന്ന ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് നമുക്ക് എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല, ഇതൊക്കെ എല്ലാ ചിക്കൻ ഫ്രൈയിലും നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ അല്ലേ, ഇതിലിപ്പോൾ എന്താ മാറ്റം, എന്താ ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എന്ന് വ്യത്യാസമാക്കുന്നതെന്നൊക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കി നോക്കാം. ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പാണ് നമ്മുടെ സാധാ ചിക്കൻ ഫ്രൈയിൽ നിന്നും ഈ ഒരു ചിക്കൻ ഫ്രൈനെ വ്യത്യസ്തമാക്കുന്ന ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം സെയിം പാനിലോട്ട് തന്നെ കുറച്ച് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ആഡ് ചെയ്യണം. ഇങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അതും ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ എല്ലാം കൂടി ഒന്ന് വഴന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ ഒരു പച്ചമണ്ണമൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്കിനി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ എല്ലാ ചിക്കനും ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് 2 മസാലകളാണ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യേണ്ടത്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇനി മുതൽ വീട്ടിലെ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊരു ചിക്കൻ ഫ്രൈ വെച്ച് നോക്കിക്കേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടി മറക്കല്ലേ. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. അപ്പം ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.